പ്രധാനപ്പെട്ട രണ്ട് പ്രോബ്ലമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടും പരീക്ഷ വരുന്നതാണ്, സാധാരണ വരുന്ന രണ്ട് ക്വസ്റ്റ്യനാണ്. അതിൽ ഒന്നാമത്തത് ഇവിടെ നോക്കാം. പുസ്തകം ഞാനിവിടെ എഴുതാം. പ്രൂവ് ദാറ്റ് the join of the midpoints of the two sides of a triangle is parallel to the third side and half of its length. എന്ന് പറഞ്ഞാൽ പ്രൂവ് ദ ജോയിൻ ഓഫ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി ടു സൈഡ്സ്, രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്സ്. ഇപ്പോൾ ഇത് ട്രയാങ്കിൾ ഇപ്പോൾ എ ബി സി എന്നാണെങ്കിൽ എ ബിൻ്റെ എസിന് മിഡ് പോയിൻ്റ് എടുക്കുക. ഒരു പോയിൻ്റ് ഡിയും ഒരു പോയിൻ്റ് ഇയും. ഇപ്പോൾ ഡി എന്നൊരു ലൈൻ കിട്ടും, ഡി എന്നത്. ഇതാണ് ഡി സി. പ്രൂവ് ദ ജോയിനിങ് ഓഫ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ദ തേർഡ് സൈഡ്. ഈ ഡിയും ബി സിയും, ബി സി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ തേർഡ് സൈഡ്, ഈ രണ്ട് സൈഡും പാരലാണ് പ്രൂവ് ചെയ്യേണ്ടത്. മാത്രമല്ല ഈ ബി സിൻ്റെ ഹാഫാണ് പ്രൂവ് ചെയ്യുന്നത്, ലെങ്ത്ത് പകുതിയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വെക്ടർ ഉപയോഗിച്ചാണ് അത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Prove that the join of the midpoints of the two sides of a triangle is parallel to the third side and half of its length. ഇതാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ചിത്രം ഒന്നുകൂടി മാറ്റി വരയ്ക്കുകയാണ്. എ ബി സി, the D, the E. ഡിയും ഇയും മിഡ് പോയിൻ്റ് ആണ്. ഡി ആൻഡ് ഇ ആർ മിഡ് പോയിൻറ്റ്സ്. മിഡ് പോയിൻറ്റ്സ് ഓഫ് എ ബി എ സി റെസ്പെക്റ്റീവ്ലി. എ ബിൻ്റെ എ സിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഡിയും ഇയും. നമ്മൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് വരിക. ഡി ഇ, വെക്റ്റർ ഡി ഇ എന്ന് പറഞ്ഞാൽ ഡി എ പ്ലസ് എ എന്നായിരിക്കും. ആ ഫിഗർ ഒന്ന് നോക്കാം. ഡി ഇ എന്നാൽ ഡി എയും എയും കൂടി കൂട്ടിയാൽ, അല്ലെങ്കിൽ ഈ എയും കൂട്ടുമ്പോൾ എയും മാച്ചാൽ ഡി എന്നാണ് വരിക. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ഡി എ പ്ലസ് എ. ഇനി ബി എ എന്ന് പറഞ്ഞാൽ ബി എയുടെ പകുതിയായും. ഡി എ എന്ന് പറഞ്ഞാൽ ഇതാണിത് മിഡ് പോയിൻ്റ് ആണ്. ഡി എ എന്ന് പറയുന്നത് ആകെയുള്ള ബി എൻ്റെ പകുതിയാണ്. അതുപോലെ എ എന്ന് പറയുന്നത് എ സിൻ്റെ പകുതിയാണ്, ഹാഫ് എ സി. അതൊക്കെ സിമ്പിളാണ്. ഹാഫ് പുറത്തെടുത്താൽ ബി എ പ്ലസ് എ സി എന്നായി. ഈ ബി എ പ്ലസ് എ സി എന്ന് പറഞ്ഞാൽ എ മാറ്റാൽ ബി സി എന്നായിരുന്നു. ബി എയും എ സിയും കൂടി കൂട്ടിയാൽ, ബി എയും എ സിയും കൂട്ടിയാൽ ബി സി ആണ്, വെക്ടർ അഡീഷനാണ്, ഹാഫ് ബി സി. ഇപ്പം നമുക്ക് കിട്ടിയ എന്താണെന്നറിയോ? ഡി വെക്ടർ ഡി ഇ സി ഈക്വൽ ടു ഹാഫിൻ്റെ വെക്ടർ ബി സി എന്നാണ് കിട്ടി. ഇതാണ് ഡി. വെക്ടർ ഡി ഇ സി ഈക്വൽ ടു ഹാഫിൻ്റെ വെക്ടർ ബി സി. നമുക്കറിയാം ഒരു വെക്ടർ ഈസ് ഈക്വൽ ടു ഇത് 1/2 സ്കേലറാണ്. ഒരു വെക്ടർ ഈസ് ഈക്വൽ ടു സ്കേലാറിൻ്റെ വേറെ വെക്ടർ എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ ഇവിടെ 1/8 ആണ്, എന്തായാലും ഒരു കോൺസ്റ്റൻ്റ് ആണ്. ചിലപ്പോൾ -5 ആയും അല്ലെങ്കിൽ 5 ആയും, എന്തായാലും ഇവിടെ എം 1/8 കോൺസ്റ്റൻ്റ് സ്കേലാറാണ്. അങ്ങനെയാണ് ഈ രണ്ട് വെക്ടറും പാരലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഡിയും ബി സിയും എന്താണ്? പാരലാണ്. പ്രൂവ് ചെയ്യേണ്ടത് ഡിയും ബി സിയും പാരലാണ്. മാത്രമല്ല പാരലാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെ ലെങ്ത്ത് ഡിൻ്റെ ലെങ്ത്ത് ബി സിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയാണെന്ന് കൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് ഇത് തന്നെ കിട്ടും. കാരണം ഇതിപ്പോൾ പാരലാണെന്ന് മനസ്സിലായി. ഡി ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ ഡി ആൻഡ്
ബി സി ആർ പാരലൽ എന്ന് ഇവിടെ തന്നെ എഴുതാം. മാത്രമല്ല ഇതിൻ്റെ മോഡുലസ് എടുക്കുക. ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ഇതിനെ മോഡുലസ് എടുക്കണം. ഇതിൻ്റെ മോഡുലസ് ഡി, ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ബി സി എന്നാണ് വരിക. അതായത് ബി സിൻ്റെ പകുതിയാണ് ഡി. ഡി എന്ന് പറഞ്ഞാൽ ബി സിൻ്റെ പകുതിയാണ്. അപ്പോൾ എന്തായി, പാരലൽ ആണ്, ലെങ്ത്ത് തേർഡ് സൈഡിൻ്റെ പകുതിയാണെന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഡിയും ഇ ആണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഡി എന്ന ലൈനും ആ ഡി എന്ന വെക്ടറും ബി സി എന്ന അല്ലെങ്കിൽ ഡിയും ബി സിയും പാരലാണ് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഡിയുടെ ലെങ്ത്ത് ബി സിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയാണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഡി സികലും ഡി എ പ്ലസ് എ എന്നാണ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹാഫ് ബി എ ഹാഫ് എ സിന്ന് എഴുതി, ഹാഫ് പുറത്തെടുത്ത് ബി എ പ്ലസ് എ സിന്ന് എഴുതി, ബി എ പ്ലസ് എ സിനെ ബി സിന്ന് എഴുതി. അപ്പോൾ ഡി സിക്കൽ ഹാഫ് ബി സിന്നായി. ഒരു വെക്ടർ സീക്കലും എ സ്കേലാറിൻ്റെ വേറൊരു വെക്ടർ, അങ്ങനെ വന്നാൽ ഈ രണ്ട് വെക്ടറും പാരലാണെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ലെങ്ത്ത് പകുതിയാണെന്ന് കിട്ടി. ഇതിൻ്റെ ലെങ്ത്ത് പകുതിയാണെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ വേറെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് the line joining the midpoints of adjacent sides of a quadrilateral form a parallelogram. Prove that the line joining the midpoints of the adjacent sides of a quadrilateral form a parallelogram. ഒരു ചതുർഭുജത്തിൻ്റെ 4 വശമുള്ള ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 വശമുള്ള എന്തോ ആയിക്കോട്ടെ, അതിന് മിഡ് പോയിൻറ്റുകൾ എടുക്കാം. എല്ലാ മിഡ് പോയിൻറ്റുകളും തമ്മിൽ എടുത്തിട്ട് അതിനെ യോജിപ്പിക്കുക. പി ക്യു ആർ എസ് 4 സൈഡിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പം കിട്ടുന്ന ഒരു പാരലോഗ്രാം ആയിരിക്കും. ഇത് വരച്ച് നോക്കണ്ട. ഇപ്പം കിട്ടുന്ന ഇത് ഒരു പാരലോഗ്രാമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ prove that a line joining the midpoints of the adjacent sides of a quadrilateral form a parallelogram. ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 വശങ്ങൾ എന്താണോ അതാണ് ക്വാഡ്രിലാറ്റർ. അതിൻ്റെ പിന്നെ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന വേറെ ക്വാഡ്രിലാറ്റർ ഉണ്ട്, അത് ഒരു പാരലോഗ്രാം എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. മിഡ് പോയിൻറ്റ്സ് ഇത് നമ്മൾ യോജിപ്പിക്കുക. ഇത് എ ബി സി ഡി എന്ന് പറഞ്ഞൊരു ക്വാഡ്രിലാറ്ററാണ്. ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ആണ് പി ക്യു ആർ എസ്. ഇതൊരു പാരലോഗ്രാം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററാണ്. നമ്മുടെ മിഡ് പോയിൻറ്റുകൾ എ ബിന് മിഡ് പോയിൻറ്റ് പി, ബി സിന് മിഡ് പോയിൻ്റാണ് ക്യൂ, ഡി സിന് മിഡ് പോയിൻ്റാണ് ആർ, എ ഡിൻ്റെ മിഡ് പോയിൻ്റാണ് എസ്. ഇത് തമ്മിൽ യോജിപ്പിക്കുന്ന ഉള്ളിൽ വേറൊരു ക്വാഡ്രിലാറ്റർ കിട്ടി. അതൊരു സമാന്തര ഈ പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡയഗണലാണ്.
നോക്കിയത് ഇപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്ററും അതിൻ്റെ മിഡ് പോയിൻറ്റുകൾ ആണ് പി ക്യു ആർ എസ്. ഈ പി ക്യു ആർ എസുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ വേറെ ക്വാഡ്രാറ്ററിന് ഉള്ളിൽ വേറെ ക്വാഡ്രാറ്ററുണ്ട്, 4 വശമുള്ള ഒരു ക്വാഡ്രാറ്റർ വരുന്നത്. പിന്നെ അത് ആ ഉള്ളിലുള്ള പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പി ക്യു എന്താ നോക്കാം, ശരിക്കും നോക്കാം കേട്ടോ. പി ക്യു അവിടെ കാണാം, പി ക്യു അതാണ്. പി ക്യു എന്ന് പറഞ്ഞാൽ പി ബി പ്ലസ് പി ക്യു എന്നാണ്. അത് പ്രശ്നമൊന്നുമില്ല. പി ബി പ്ലസ് ബി ക്യു, പി ബി പ്ലസ് പി ക്യു ആണ്. അത് പണിയല്ല, കാരണം വെക്ടർ അഡീഷൻ ഈ അഡീഷനാണ്, വെക്ടർ അഡീഷനാണ്. പി ബി എന്ന് പറഞ്ഞാൽ എ ബിൻ്റെ പകുതിയായി, മിഡ് പോയിൻ്റ് ആണല്ലോ. പി ക്യു ആർ എസ് ഒക്കെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ പി ബി എന്ന് പറഞ്ഞാൽ ആകെയുള്ള എ ബിൻ്റെ പകുതിയാണ്. ബി ക്യു എന്ന് പറയുന്നത് ഇതാണ് ബി ക്യു. ബി ക്യു എന്ന് പറഞ്ഞാൽ ബി സിൻ്റെ പകുതിയാണ്. അപ്പോൾ അത് പ്രശ്നമില്ല. ഇതിന് ഹാഫ് പുറത്തെടുക്കുക. പുറത്തെടുത്താൽ എ ബി പ്ലസ് ബി സി എന്നായി. എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ എ സി ആണ്. ഡി ബി എം മാച്ച് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചിത്രം നോക്കാം, എ ബി ബി സിയും കൂടി എന്താ വരിക നോക്കാം. എ ബി ബി സിയും കൂടിയതാണ് എ ബി ബി സി കൂടി എ സി വരിക. അത് നമുക്കറിയാം. ഇക്വേഷൻ നമ്പർ 1 ഇതാണ് ഒരു ഇക്വേഷൻ. ഇനി ഇതേമാതിരി ആൾസോ എസ് ആർ, ഇത് കഴിഞ്ഞ് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന എസ് ആർ. എസ് ആർ പറഞ്ഞാൽ എസ് ഡി പ്ലസ് ഡി ആർ ആണ്. എസ് ഡി പ്ലസ് ഡി ആർ, എസ് ആറിന് അതാ എസ് ഡി പ്ലസ് ഡി ആർ ആകുമ്പോൾ നമുക്കറിയാം. എസ് ഡി ഡി ആറും കൂടി എസ് ആർ ആണ് വരിക. ഡി ഡി മാച്ച് എസ് ആർ അങ്ങനെയും വേണം പറയാം. എസ് ഡി എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഈ എസ് ഡി എന്ന് പറഞ്ഞാൽ എ ഡിൻ്റെ പകുതിയാണ്. എസ് ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ, അത് എ ഡിൻ്റെ പകുതിയാണ്, ഹാഫ് എ ഡി. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി സിൻ്റെ പകുതിയായി. ഇതിൻ്റെ ഹാഫ് പുറത്തെടുക്കുക. ഹാഫ് പുറത്തെടുത്താൽ എ ഡി പ്ലസ് ഡി സി എന്നായി. ഈ എ ഡി പ്ലസ് ഡി സി എന്ന് പറഞ്ഞാൽ എ സി എന്നായി. എ ഡി 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 മാച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ എ ഡി ഡി സി നോക്കിയാൽ മനസ്സിലാവും. എ ഡിയും ഡി സിയും കൂടിയ എ സി ആണ് വരുന്നത്, ഹാഫ് എ സി. ഇക്വേഷൻ നമ്പർ 2 ഇതും ഹാഫ് എ സി ആണ്. ഒന്നാമത് ഹാഫ് എ സി ആണ്, രണ്ടാമത്തെ ആൻസർ ഹാഫ് എ സി തന്നെയാണ്. അപ്പം ഫ്രം 1 and 2 നമുക്ക് എന്താ പറയുക, പി ക്യു ഈസ് ഈക്വൽ എസ് ആർ. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, പി ക്യു ഈസ് ഈക്വൽ എസ് ആർ എന്നാണ്. ഈ സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. പി ക്യുവും എസ് ആറും ഈക്വലാണ്, അല്ലെങ്കിൽ പി ക്യുവും എസ് ആറും പാരലാണെന്ന് മനസ്സിലായി. കാരണം ഒരു വെക്ടർ ഈസ് ഈക്വൽ ടു ഈ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 1 ആണ്. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് 1 ആണ്. പി ക്യു ഇസിൽ എസ് ആർ പറഞ്ഞാൽ പി ക്യു ഇസിൽ 1 എസ് ആർ എന്നാണ് ശരി. പി ക്യു ഇസ് ഈക്വൽ ടു 1 എസ് ആർ അങ്ങനെ വേണം പറയാം. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് സ്കേലാർ 1 ആണ്. അതിൻ്റെ അർത്ഥം പി ക്യുവും എസ് ആറും പാരലാണ്, ഈക്വലാണ്, പാരലാണ്. മോഡൽസ് എടുക്കുമ്പോൾ ഈക്വൽ ആണ്. അപ്പോൾ പി ക്യു ആൻഡ് എസ് ആർ ഈക്വൽ ആൻഡ് പാരലൽ, ഈ രണ്ട് സൈഡും. സിമിലർലി എസ് പിയും ആർ ക്യൂവും അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമിലർലി എന്ന് പറയുമ്പോൾ എഴുതിയായി. സിമിലർലി എസ് പി ഇതാണ്, എസ് പി ഇസ് ഈക്വൽ ടു ആർ ക്യൂ. ഇതേമാതിരി അത് പ്രൂവ് ചെയ്യേണ്ട സിമിലർലി എന്ന് പറഞ്ഞ ഏരിയയായി. അപ്പം നമ്മൾ തെളിയിക്കുന്ന പി ക്യു ഇസ് എസ് ആർ മാത്രമേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. പി ക്യു വെക്ടർ പി ക്യു ഇസ് വെക്ടർ എസ് ആർ അത് മാത്രമേ പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പി ക്യും എസ് ആറും പാരലാണ്, പി ക്യു ഈ സീക്വൽ എസ് ആർ ആണ്. അതിനിട്ട് അപ്പം ഈ പി ക്യും എസ് ആറും ഈ എതിർവശങ്ങൾ സമാന്തരമാണ്, ഈക്വലാന്ന് കിട്ടിയത്. മറ്റേ രണ്ട് എതിർവശങ്ങൾ എന്തിനാണ്, സിമിലർലി എസ് പിയും ആർ ക്യും ഈക്വലാണ് കിട്ടിക്കഴിഞ്ഞാൽ എസ് പിയും ആർ ക്യും പാരലാണെന്ന് മനസ്സിലായി. അപ്പോൾ എതിർവശങ്ങൾ സമാന്തരമാണ്, അതിൻ്റെ അർത്ഥം ഇതൊരു പാരലോഗ്രാമാണ്. അതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. എ ബി സി ഡി എന്നുള്ളൊരു ക്വാഡ്രാറ്ററാണ്. അതിൻ്റെ മിഡ് പോയിൻറ്റുകളാണ് പി ക്യു ആർ എസ്. ഈ പി ക്യു ആർ എസ് ജോയിൻ ചെയ്യാം. അപ്പം അതിൻ്റെ ഉള്ളിൽ വേറൊരു ക്വാഡ്രാറ്റർ കിട്ടും. അത് പാരലോഗ്രാം ആണ്, പ്രൂവ് ചെയ്യേണ്ടത് വെക്ടർ ഉപയോഗിച്ചത്. അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പി ക്യു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ചിത്രം വരയ്ക്കണം. ചിത്രം പുസ്തകം തരില്ല, നമ്മൾ വരയ്ക്കണം. പി ക്യു ഇസ് പി ബി പ്ലസ് പി ക്യു. ഇത് ചെയ്ത് നോക്കുമ്പോൾ സിമ്പിളാണ് സംഭവം. പിന്നെ പി ബി എന്ന് പറഞ്ഞാൽ എ ബിൻ്റെ പകുതിയാണ്. ബി ക്യു എന്ന് പറഞ്ഞാൽ ബി സിൻ്റെ പകുതിയാണ്. ഹാഫ് എ ബി പ്ലസ് ഹാഫ് ബി സി, ഹാഫ് പുറത്തത് എ ബി പ്ലസ് ബി സിനായി. എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ എ സിനായി, ഹാഫ് എ സി. ഇക്വേഷൻ നമ്പർ 1. പിന്നെ എസ് ആർ അതായിരുന്നു. എസ് ആർ ഞാൻ എസ് ഡി പ്ലസ് ഡി ആർ എഴുതാം. എസ് ഡി എന്ന് പറഞ്ഞാൽ എ ഡിൻ്റെ പകുതി ഹാഫ് എ ഡി. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി സിൻ്റെ പകുതി ഹാഫ് ഡി സി.
ഹാഫ് പുറത്തത് എ ഡി പ്ലസ് ടി സി എ സി ഹാഫ് എ സി. അപ്പോൾ ഫ്രം 1 and 2 പി ക്യു ഈസ് എസ് ആർ, പി ക്യു ഈസ് എസ് ആർ കിട്ടി. അപ്പം പി ക്യും എസ് ആറും പാരലാകും. സിമിലർലി എസ് പി ഇസ് വെക്ടർ എസ് പി സിക്കൽ വെക്ടർ ആർ ക്യു. അത് സിമിലർലി എന്ന് പറഞ്ഞാൽ ഏരിയ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേമാതിരി പ്രൂവ് ചെയ്യാമല്ലോ. therefore SP and PQR are parallel. അപ്പോൾ opposite sides are parallel. Therefore PQR is a parallelogram. ക്വസ്റ്റ്യനോ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ് ഡയറക്ഷൻ കൊസൈൻസ്. Direction cosines. The x-axis, the y-axis, the z-axis. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പി എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പി എന്ന പോയിന്റ് ഇതിൻ്റെ കോർഡിനേറ്റാണ് എക്സ് വൈ സെറ്റ്. സ്പേസിലൊരു പോയിൻ്റാണ് ഇത്. റൂമിൻ്റെ ഒരു മൂലം വിചാരിക്കുക. ഇത് എക്സ് ആക്സിസ്, മറ്റേ അടിയിൽ വരുന്ന ആ ലൈനാണ് വൈ ആക്സിസ്. അങ്ങനെ വരുന്ന അതാണ് ഇതിൻ്റെ മൂലമാണ് സെഡ് ആക്സിസ്. ഇതൊക്കെ നമുക്ക് 3 ഡയമെൻഷൻ കഴിഞ്ഞാൽ പഠിച്ചാണ്. ഇത് സ്പേസിലൊരു പോയിൻ്റാണ് പി. സ്പേസിലൊരു പോയിൻ്റായി പി. ഇപ്പോൾ പിക്ക് ഈ പി എന്ന പോയിൻ്റ് എവിടെയാണെങ്കിൽ ഇതിന് 3 കോർഡിനേറ്റ് എക്സും വൈയും സെറ്റും ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലൂടെയുള്ള ദൂരമാണ്. വൈ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് വൈ ആക്സിസിലൂടെ ദൂരമാണ്. സെഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റായി വരെ, ഈ ഹൈറ്റ് സെഡ് ആക്സിസിലൂടെയുള്ള ദൂരമാണ് എക്സ് വൈ സെഡ്. എന്തായാലും ഇങ്ങനെ ഒരു ഒ പി എന്നൊരു ലൈൻ സങ്കല്പിക്കുക. ആ മൂലയിൽ നിന്ന് പിയിലേക്കുള്ളൊരു ലൈൻ സങ്കല്പിക്കുക. ഈ ഒ പി എന്ന ഈ ലൈൻ, ഈ ഒ പി എന്ന ലൈനും എക്സ് സെക്ഷൻ തമ്മിലൊരു ആംഗിൾ ഉണ്ടാവും, അതാണ് ആൽഫ. അതിനായിട്ട് മാർക്ക് ചെയ്യുന്നില്ല. ഒ പി എന്ന ലൈനും എക്സ് സെക്ഷൻ എവിടെയാണെങ്കിൽ തമ്മിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവും. ഒ പി എന്ന ലൈനും വൈ അക്ഷവും തമ്മിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവും. ഒ പി എന്ന ലൈനും വൈ അക്ഷവും തമ്മിലൊരു ആംഗിൾ ബീറ്റ. ഒ പി എന്ന ലൈനും സെഡ് അക്ഷവും തമ്മിലൊരു ആംഗിൾ ഗാമ. അങ്ങനെ ആൽഫ ബീറ്റ ഗാമ. ആൽഫ അവിടെ മാർക്ക് ചെയ്യാൻ കഴിയില്ല, 3D ആവുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായി. ആൽഫ എന്ന് പറഞ്ഞാൽ പിന്നെ ഒ പി എന്ന ലൈനും ആണ് ഒ പി എന്ന ലൈനും എക്സ് അക്ഷം തമ്മിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിളാണ് ആൽഫ. പിന്നെ ഒ പിയും വൈ അക്ഷം തമ്മിലുള്ള ആംഗിൾ ബീറ്റ. ഒ പിയും സെഡ് അക്ഷം തമ്മിൽ ഉള്ള ആംഗിളാണ് ഗാമ. ആൽഫ ബീറ്റ ഗാമ. അതാണ് ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ 3 ഡയമെൻഷനിലാണ്. ഒ എക്സ് എക്സ് ആക്സിസ്, ഒ വൈ വൈ ആക്സിസ്, ഒ സെഡ് സെഡ് ആക്സിസ് നമുക്കറിയാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഈ സ്പേസിൽ. ഈ ക്ലാസ് റൂമിലാകുന്ന ഈ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ മൂലയിൽ നിന്ന് ഒറിജിൻ ഇവിടേക്ക് ലൈൻ സങ്കല്പിക്കുക. ആ ലൈനും എക്സ് അക്ഷം തമ്മിലൊരു ആംഗിൾ ആൽഫ, ഈ ലൈനും വൈ അക്ഷം തമ്മിൽ ഒരു ആംഗിൾ ആൽഫ, ഈ ലൈനും സെഡ് ആക്സിസ് തമ്മിലൊരു ആംഗിൾ പിന്നെ ഗാമ. അങ്ങനെ 3 ആംഗിളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ കോസ് എടുക്കുക, കൊസൈൻ എടുക്കുക. അപ്പം കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇതിനാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യും. കോസ് ആൽഫക്ക് നമ്മൾ എൽ എന്ന് ഡിനോട്ട് ചെയ്യും, കോസ് ബീറ്റയ്ക്ക് എം എന്ന് ഡിനോട്ട് ചെയ്യും, കോസ് ഗാമക്ക് എൻ എന്ന് ഡിനോട്ട് ചെയ്യും. എൽ എം എൻ. ഇത് എൽ എം എൻ. ഈ എൽ എം എൻ ഇതിനാണ് നമ്മൾ പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ആർ. ഇതിനെ വെക്ടർ ആർ എന്ന് പറയാം. ഒ പി വെക്ടർ ഒ പി ഈസ് ഈക്വൽ ടു വെക്ടർ ആർ എന്നും പറയാം. അത് നമ്മൾ പൊസിഷൻ വെക്ടർ കിട്ടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വെക്ടർ ഒ പി എന്നും പറയും, അല്ലെങ്കിൽ വെക്ടർ ആർ എന്ന് പറയാം, എന്ത് വേണം പറയാം. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. എൽ ഈസ് ഈക്വൽ കോസ് ആൽഫ, എം ഈസ് ഈക്വൽ കോസ് ബീറ്റ, എൻ ഈസ് ഈക്വൽ കോസ് ഗാമ. ഇതാണ് എൽ എം എൻ ഡയറക്ഷൻ കൊസൈൻസ്. ഇതിൻ്റെ കൂടെ പറയേണ്ടത് ഡയറക്ഷൻ റേഷ്യോ ആണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഇത് എല്ലും എമ്മും എന്നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനാണ് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസിക്കൽ 1 എന്നാണ്. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഇസിക്കൽ 1. പിന്നെ പറയേണ്ടത് എൽ ഇസിക്കൽ കോസ് ആൽഫ, എം ഇസിക്കൽ കോസ് ബീറ്റ, എൻ ഇസിക്കൽ കോസ് ഗാമ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞേക്കേണ്ടതാണ്. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഒന്നുകൂടി പറയാം. നമ്മളൊരു ക്ലാസ് റൂം സങ്കല്പിക്കുക.
അതിൽ ഒരു മൂലമായിട്ട് ഒറിജിനായിട്ട് എടുക്കുക, ഒരു എക്സ് ആക്സിസ് OX എടുക്കുക. അതൊക്കെ 3D നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഒരു Y ആക്സിസ് OY, Y ആക്സിസ് OZ, Z ആക്സിസ്. ഈ ക്ലാസ് റൂമിൽ ഇവിടെയുള്ള ഒരു പോയിന്റ് സങ്കല്പിക്കുക. അതിനാണ് ക്യാപിറ്റൽ P. അതിന് 3 കോർഡിനേറ്റ് ഉണ്ടാവും, X, Y, Z. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷരത്തിലൂടെ ഡിസ്റ്റൻസ് ആണ്. Y എന്ന് പറഞ്ഞാൽ Y കോർഡിനേറ്റ്, അതൊക്കെ നമുക്കറിയാം. അവിടെ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, OP. അതിനാണ് പൊസിഷൻ വെക്ടർ എന്നാണ് അതിന് പറയാം, വെക്ടർ OP. ഈ വെക്ടർ OPയും അല്ലെങ്കിൽ ഈ ലൈനും നമ്മൾ ഈ സങ്കല്പിക്കുന്ന ഈ ലൈൻ OP എന്ന ലൈനും എക്സ് അക്ഷവും തമ്മിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടാവും, ആൽഫ. OPയും Y അക്ഷവും തമ്മിലുള്ള ആംഗിൾ ബീറ്റ. OPയും Z ആക്സിസ് തമ്മിലുള്ള ആംഗിളാണ് ഗാമ. അങ്ങനെയാണ് ആൽഫ, ബീറ്റ, ഗാമ. ഇപ്പോൾ 30, 40, 50 ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ 1, 30, 1, 40, 1, 50 എന്തായിരിക്കും. ഇതിൻ്റെ കോസ് എടുക്കുക. ഇതിൻ്റെ കോസ് എടുക്കുന്നതിനാണെന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻ. ഇതിനൊക്കെ കോസ് എടുക്കുക. കോസ് 30, കോസ് 40, കോസ് 50. ആൽഫ ബീറ്റ ആണ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. കൊസൈൻ എടുക്കുക. കൊസൈൻ ഓഫ് ദീസ് ആംഗിൾസ്, കൊസൈൻ ഓഫ് ദീസ് ആംഗിൾസ് ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻസ്. ഇതിനാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ L= ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് LMN എന്നാണ്. കോസ് ആൽഫയ്ക്ക് L എന്നും കോസ് ബീറ്റയ്ക്ക് M ഉം കോസ് ഗാമയ്ക്ക് N എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ L= കോസ് ആൽഫ, M= കോസ് ബീറ്റ, N= കോസ് ഗാമ. പിന്നെ അത് L, M, N കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് L² + M² + N² = 1. പിന്നെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ അവിടെ കൂടെ നോക്കുക. ഇപ്പോൾ ഒരു വെക്ടറിന്, അപ്പോൾ ഇങ്ങനെ ഏതൊരു വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു വെക്ടർ A= A1I A2J, അങ്ങനെ അത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെ IJ ഒരു XI + YJ + ഒക്കെ ഫോമിൽ എഴുതാം. ഈ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ A1, A2, A3 ഈ കോയിഫിഷ്യൻ ഉണ്ടല്ലോ, ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും കോയിഫിഷ്യൻസ് ആയ A1, A2, A3. ഈ A1, A2, A3 ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഡയറക്ഷൻ റേഷ്യോസ്, ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഈ 2 ടേംസ് നമ്മൾ പഠിച്ച്, ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും. ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും ഇതൊക്കെ 3 ഡയമെൻഷണൽ ജിയോമെട്രി എടുക്കുന്ന സമയത്ത് അവിടെ വീണ്ടും ഇതൊക്കെ വരും. അപ്പോൾ ഒരു സമയത്ത് ഇപ്പം തന്നെ ക്ലിയറായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയങ്ങളുണ്ടാവില്ല. ഒരു നോട്ട്. അപ്പോൾ ഇതിട്ട് A= A1I A2J A3K, B= B1I B2J B3K. അങ്ങനെയാണെങ്കിൽ A, B കൊളീനിയർ ആണെങ്കിൽ, ഇഫ് A and B are കൊളീനിയർ, ഈ 2 വെക്ടറും കൊളീനിയർ ആണെങ്കിൽ, ഇഫ് A and B are കൊളീനിയർ അല്ലെങ്കിൽ പാരലൽ, കൊളീനിയർ ആണെങ്കിൽ എന്താ കണ്ടീഷൻ അറിയാം? A1/B1, ഈ ഡയറക്ഷൻ റേഷ്യോൻ്റെ റേഷ്യോ എന്താ പറയുക, A1/B1 = A2/B2 = A3/B3 എന്നായിരിക്കും. ഈ 2 വെക്ടർ കൊളീനിയർ ആണെങ്കിൽ അങ്ങനെ. പിന്നെ വേറെ കണ്ടീഷൻ എന്താണ് പഠിച്ചിട്ടുണ്ട്, A=MB/B, അങ്ങനെ ആയിരിക്കും. അതിൽ നിന്നാണ് വരുന്നത്. A=MB എന്നായിരിക്കും. ഒരു വെക്ടർ ഈ സ്കേലാറിൻ്റെ വേറെ വെക്ടർ എന്നാണെങ്കിൽ ആ 2 വെക്ടർ എന്തായിരിക്കും? പാരലായിരിക്കും. അതിൽ നിന്ന് വരുന്നതാണത് A1/B1 = A2/B2 = A3/B3 എന്നായിരിക്കും. ഇത് നമ്മൾ പറഞ്ഞ കാര്യമായിട്ടുള്ള വെക്ടറിൻ്റെ ഇത് ഡയറക്ഷൻ ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ടാവും. പിന്നെ അഡീഷൻ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ അഡീഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ആഡ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പൊസിഷൻ വെക്ടർ, അതൊക്കെ അതിൽ വന്ന് പൊസിഷൻ വെക്ടറിൻ്റെ കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്, കുറേ വായിച്ച് നോക്കാം. ഇനി നമ്മൾ ചെറിയ പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. പിന്നെ വേറെ ഒരു കാര്യം കൂടി എഴുതേണ്ടതുണ്ട്, ഒരു ഫോമുലയും കൂടി നമ്മൾ വരും. അതായത് ഡയറക്ഷൻ റേഷ്യോ തന്നിട്ട് ഡയറക്ഷൻ കൊസൈനും കാണാനൊരു ഫോമുലുണ്ട്. അപ്പോൾ ഒരു വെക്ടർ അതായിരിക്കാം AI +
ബി ജെ പ്ലസ് സി കെ. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എ ബി സി എന്നാണ്. ഡയറക്ഷൻ റേഷ്യോ നമുക്കറിയാം എ ബി സി. ഇതാണ് ഡി ആർ എസ്. ഡയറക്ഷൻ റേഷ്യോ എന്നുള്ളതിന് ഡി ആർ എസ് എന്ന് പറയും. ഡയറക്ഷൻ കൊസൈൻ എന്നുള്ളതിന് ഡി സി എസ് എന്നും പറയരുത്. ഇപ്പോൾ ഡി ആർ എസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോ. ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്. ഈ കോയിഫിഷ്യൻ്റാണ് ഡയറക്ഷൻ റേഷ്യോ. ഡയറക്ഷൻ കൊസൈൻ എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ എടുത്തിട്ട് കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ അങ്ങനെ എടുക്കുന്നതിനാണ് ഡയറക്ഷൻ കൊസൈൻ എന്ന് പറയാം. അല്ലാതെ തന്നെ ഇവിടുന്ന് ഡയറക്ഷൻ റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുക. അതിൻ്റെ ഫോർമുല ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക. എൽ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസിൻ്റെ നമ്മൾ പ്ലസ് എടുത്താൽ മതി. പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എൻ ഈസ് ഈക്വൽ ടു സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ പോസിറ്റീവ് വില മാത്രമേ എടുക്കുള്ളൂ. മൈനസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് മാത്രമേ എടുത്താൽ മതി. അപ്പോൾ എൽ കാണാൻ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ബി കിട്ടണമെങ്കിൽ എം കിട്ടണമെങ്കിൽ ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എൻ കിട്ടാൻ സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ തന്നാൽ ഡയറക്ഷൻ കൊസൈൻ കാണാൻ ഫോർമുല ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഡയറക്ഷൻ റേഷ്യോ എന്ന് ഡയറക്ഷൻ കൊസൈൻ കാണാൻ എൽ എം എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഡയറക്ഷൻ റേഷ്യോ ചിലപ്പോൾ ഇങ്ങനെ തരിക, വെക്ടർ രൂപത്തിലായി തരിക. അപ്പോൾ വെക്ടർ രൂപത്തിൽ തന്നാൽ അതിൻ്റെ കോയിഫിഷ്യൻ്റാണ് ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ റേഷ്യോ എ ബി സി കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം, ഡയറക്ഷൻ കൊസൈൻ ഉണ്ടാക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലത്തിലേക്ക് വരുന്നത്. ഇതിലുള്ള വെക്ടറിൻ്റെ പ്രോബ്ലം ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ, അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ചെറിയ ചെറിയ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ശരിക്കും നോക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലങ്ങൾ എഴുതി പഠിക്കണം. കഴിഞ്ഞ രണ്ട് പ്രോബ്ലങ്ങൾ എഴുതി പഠിക്കണം. 2 പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ, അത് വരുന്നതാണ്, അത് എഴുതി പഠിക്കണം. അത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലങ്ങൾ ചെറുതാണെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലം ആണെങ്കിലും നിങ്ങൾ എഴുതി പഠിക്കണം. ഫൈൻഡ് എക്സ് വൈ സെഡ്. ഇത് സിമ്പിളാണ്. ഫൈൻഡ് എക്സ് വൈ സെഡ് സോ ദാറ്റ് the vectors A is equal to xi plus 2j plus zk, B is equal to 2i plus yj plus k are equal. ഈ 2 വെക്ടറും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ സെഡ് കണ്ടുപിടിക്കാം. നമുക്കറിയാം 2 വെക്ടർ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഐൻ്റെ കോയിഫിഷ്യൻ്റ് എക്സ് ആണ്. ഇവിടുത്തെ ഐൻ്റെ കോയിഫിഷ്യൻ്റ് എക്സ് ആണ്. ഇവിടുത്തെ ഐൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ് 2. അപ്പോൾ എക്സ് ഈക്വൽ 2 അത്രേ ഉള്ളൂ. ഇവിടുത്തെ ജെൻ്റെ കോയിഫിഷ്യൻ്റ് 2. ഇവിടുത്തെ ജെൻ്റെ കോയിഫിഷ്യൻ്റ് വൈ. അപ്പോൾ 2 is equal to y or y is equal to 2. ഇവിടുത്തെ കെൻ്റെ കോയിഫിഷ്യൻ്റ് z. ഇവിടുത്തെ കെൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 1. ഒന്നുമില്ല 1 ആണുള്ളത് 1. അപ്പോൾ z is equal to 1. അപ്പോൾ എന്തായി എല്ലാം കിട്ടി. z is equal to 1. അപ്പോൾ എക്സും വൈയും സെറ്റും കിട്ടി. ഇങ്ങനെ കണ്ടുപിടി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഒന്നുമില്ല, സിമ്പിളാണ്. 2 വെക്ടർ ഈക്വലാണ്. എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെ വില കണ്ടുപിടിക്കാനാണ്. അത് കമ്പയർ ചെയ്താൽ മതി. കോയിഫിഷ്യൻ്റ് കമ്പയർ വെക്ടർ ഈക്വൽ ആണെങ്കിൽ ഈ കോയിഫിഷ്യൻ്റ് ഐ ജെ കെൻ്റെ കോയിഫിഷ്യൻസ് ഈക്വൽ ആയിരിക്കും. അത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ കിട്ടും. വേറെ ചോദ്യം അതാണ്. വെക്ടർ എ ഈക്വൽ ഐ പ്ലസ് 2j. ഇതിൽ കേണ്ട ഇല്ല കേട്ടോ. B is equal to 2i plus j is modulus of vector A is equal to modulus of vector B. ഇതാണ് ചോദ്യം. മോഡുലസ് ഓഫ് വെക്ടർ എയും മോഡുലസ് ഓഫ് വെക്ടർ ബിയും ഈക്വൽ ആണോ? എയും ബി ഈക്വൽ അല്ല.
നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞാൽ I+2j എന്നാണ്, ബി എന്ന് പറഞ്ഞാൽ 2i. രണ്ട് ഈക്വൽ അല്ലേ? കാരണം ഈക്വൽ ആണെങ്കിൽ ഐൻ്റെ കോയിഫിഷ്യൻ ഇവിടെ ഐൻ്റെ കോയിഫിഷ്യൻ 1 ആണ്, ഇവിടെ ഐൻ്റെ കോയിഫിഷ്യൻ 2 ആണ്. അപ്പോൾ തന്നെ മാറി. അപ്പോൾ എ നോട്ടിക്കൽ ബി ആണ്. എയും ബിയും എന്തല്ല, ഈക്വൽ അല്ല. എ നോട്ടിക്കൽ ബി ആണ്. പക്ഷേ ഇതിൽ മോഡുലസ് ഈക്വൽ നമുക്ക് വരിക. ഇതിൻ്റെ മോഡുലസ് കാണാൻ ഈസ് മോഡുലസ് ഓഫ് എ മോഡുലസ് എ മോഡുലസ് ബിയും ഈക്വൽ ആണോ എന്നാ ചോദ്യം. ഈക്വൽ ആണ്. നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് എ എന്താ? മോഡുലസ് കാണാൻ കോംപ്ലക്സ് മാർക്ക് കാണുന്ന കാര്യം ഇങ്ങനെ 1² + 2². ഇതിന് 1 2. ഇപ്പോൾ √1 + 4 = √5. മോഡുലസ് ഓഫ് A² + C² അങ്ങനെ ഇവിടെ കോയിഫിഷ്യൻ 1 ആണ്. 1ൻ്റെ സ്ക്വയർ ഇവിടെ കോയിഫിഷ്യൻ 2 ആണ്. 2². 1² + 2². അപ്പോൾ 1 + 4 = √5. ഇനി മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ √2² + 1² എന്നാണ് വരിക. ഇവിടെ 2² ഇവിടെ 1 1ൻ്റെ സ്ക്വയറും. അപ്പോൾ 4 + 1 = √5. രണ്ടിൻ്റെ മോഡുലസ് ഈക്വലാണ്. അതായത് മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും ഈക്വലാണ്. മോഡുലസ് ഓഫ് എയും ഇവിടെ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും ഈക്വലാണ്. ഈക്വൽ ആണോ എന്നാ ചോദ്യം. ഈക്വലാണ്. പക്ഷേ എയും ബി ഈക്വൽ അല്ല. എ നോട്ടിക്കൽ ബി ആണ്. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. എയും ബി ഈക്വൽ അല്ല, പക്ഷേ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും ഈക്വലാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്റ്റർ A = 2i + 3j + k. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യം പറഞ്ഞതാണ്. ഫൈൻഡ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ്. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ഫോർമുല ഇതാണ്. യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു എ ക്യാപ് വേണമെങ്കിൽ എ ക്യാപ് എഴുതാം. ഇനി എ ക്യാപ് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇതാണ് ഫോർമുല. ആ വെക്റ്റർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. ഇതാണ് നമ്മുടെ ഫോർമുല. അതായിട്ട് നമ്മൾ എഴുതിയാണ്. ആ വെക്റ്റർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. അത്രയേ ഉള്ളൂ. ആ വെക്റ്റർ എന്താ? 2i + 3j + k ബൈ അതിൻ്റെ മോഡുലസ്. അതിൻ്റെ മോഡുലസ് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ 4 √A² + B² + C² എന്നാണ്. 2² അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 2² + 3² + 1² എന്ന് എഴുതണ്ട. 4 + 9 + 1 14i ഉണ്ടാകും. അപ്പോൾ 2i + 3j + k ഡിവൈഡ് ബൈ 9 1 10 4 14 √14. ഇത്ര എഴുതാനേ ഉള്ളൂ. ഇതാണ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതാണ്. യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആ വെക്റ്റർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. അതാണ് ഫോർമുലക്ക് മാർക്കുണ്ട്, ചെയ്യുന്നതിന് മാർക്കുണ്ട്. ശ്രദ്ധിക്കുക. ആ വെക്റ്റർ ഡിവൈഡ് ഒന്നും പറയാനില്ല. ആ വെക്റ്റർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. മോഡുലസ് കാണാൻ നമുക്കറിയാലോ. മോഡുലസ് കാണാൻ √A² + B² + C² ആണ്. √2ൻ്റെ സ്ക്വയർ 4, പിന്നെ 3ൻ്റെ സ്ക്വയർ 9, 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ 4ഉം 9ഉം 1ഉം കൂട്ടിയ 14 √14. അതാണ് മോഡൽ. അതാണ് പ്രോബ്ലം. അതാണ് ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാണ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ A = I + j + k. ഈ വെക്റ്ററിൻ്റെ മോഡുലസ് കാണണം. മോഡുലസ് എന്ന് നമുക്കറിയാം. മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ √(x² + y² + s² എന്നാണ് ഫോർമുല. അപ്പോൾ √(1² + 1² + 1) ഇവിടെ ഈ 1 കോയിഫിഷ്യൻ്റാണ് നോക്കണ്ടേ. 1 1 1 ആണ്. അപ്പോൾ എന്തായി 1 + 1 + 1 √3. അത്രയേ ഉള്ളൂ. ഒന്നും അങ്ങനെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേറൊന്ന്. അപ്പോൾ ഇതിന് മോഡുലസ് ഓഫ്. ഇത് സിമ്പിളാണ്.
find the magnitude of 2i minus 7j minus 3k. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പിന്നെ മൈനസ് 7 സ്ക്വയർ പ്ലസ് മൈനസ് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. റൂട്ട് ഓഫ് 4 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 7 സ്ക്വയർ 49 മൈനസ് 3 സ്ക്വയർ 9. ഇപ്പോൾ 49 62 എന്നുണ്ടാവും. റൂട്ട് 62. ഇതാണ് മോഡുലസ്. ഇങ്ങനെയാണ് കാണുന്നത്. മോഡുലസ് കാണാൻ നമുക്കറിയണം, കാരണം യൂണിറ്റ് വെക്ടർ ഇന്ത്യ ഡയറക്ഷൻ നമുക്ക് കാണുന്ന സമയത്ത് അടിയിൽ മോഡുലസ് കാണല്ലോ. ഇപ്പോൾ മോഡുലസ് കാണാൻ തന്നെ ചിലപ്പം ചോദിച്ചുകൂടായില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതിരി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മോഡുലസ് കാണേണ്ടി വരും. ഇതാണ് മാഗ്നിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. അടുത്ത 3 വെക്ടർ ആഡ് ചെയ്യണം. ഫൈൻഡ് ദി സം ഓഫ് ദി വെക്ടേഴ്സ്. 3 വെക്ടർ തന്നുണ്ട്. ഒന്ന് i പ്ലസ് 2j പ്ലസ് k, വേറൊന്ന് മൈനസ് 2i പ്ലസ് 4j പ്ലസ് 5k, വേറെ മൂന്നാമത്തത് i മൈനസ് 6j മൈനസ് 7k. ഇത് മൂന്നും ആഡ് ചെയ്യണം. മൂന്നും ആഡ് ചെയ്യാൻ ഐയും കൂടെ ആഡ് ചെയ്യാം. മൂന്നും കൂടി ഇങ്ങനെ ആഡ് ചെയ്യാം. അത് a പ്ലസ് b പ്ലസ് c ആണ് കാണേണ്ടി. ഇതിങ്ങനെ ആഡ് ചെയ്യാം. i പ്ലസ് 2j പ്ലസ് k പ്ലസ് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. മൈനസ് 2i പ്ലസ് 4j പ്ലസ് 5k പ്ലസ് i മൈനസ് 6j മൈനസ് 7k. ഈ സ്റ്റെപ്പൊന്നും ആവശ്യമില്ല. ഇന്ന് മൂന്നും കൂട്ടിയാൽ എഴുതി വെച്ചാൽ ഐയും 4iയും 5iയും 6i 6i അല്ല ഐയും 2i മൈനസ് 2iയും 0i. ഇവിടെ 4iയും ഇവിടെ മൈനസ് 2i ആണ്. ഞാൻ ജെ ആണ് കൂട്ടിപ്പോയത്. ഐയും മൈനസ് 2iയും ഐയും ആണ് കൂട്ടേണ്ടത്. ഞാൻ ജെ കൂട്ടിപ്പോയതാണ്. ഇപ്പോൾ ഒന്നിട്ട് നോക്കാം. ഐയും 2iയും മൈനസ് 2iയും കൂട്ടുമ്പോൾ 0i ആണ് വരുന്നത്. ശ്രദ്ധിക്കുക. ഇനി ജെ നോക്കാം. 2j 4j 6j എന്ന് 6jയും മൈനസ് 6jയും അപ്പോൾ 0j ആയി. ഇനി k, ഒരു k ഇവിടെ, ഒരു 5k ഇവിടെ, അപ്പോൾ 6kയും മൈനസ് 7k ആയി. മൈനസ് മൈനസ് 1k അങ്ങനെ ആഡ് ചെയ്യാം. സാധാരണ ആഡ് ചെയ്താൽ ആഡ് ചെയ്താൽ മതി. ഐയും ആഡ് ചെയ്യാം, ജെയും ആഡ് ചെയ്യുക, കെയിൻ്റെ ടേമും തമ്മിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. അതാണ് അഡീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ എഴുതി ഞാൻ പറയാം. ഫൈൻ അതായത് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് the sum of the vectors vector A is equal to 2i plus 2j minus 5k. Vector B is equal to 2i plus j plus 3k.
ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ്, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം പഠിച്ചു, യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ എന്നാണെങ്കിൽ ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. ഇതാണ് പ്രോബ്ലം. അതാണ് ഫോർമുല. അതിനാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി സം ഓഫ് ദി വെക്ടേഴ്സ്. സം ഓഫ് ദി വെക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സം ഓഫ് ദി വെക്ടറിൻ്റെ ആദ്യം സമ്മ് കാണും. ആദ്യം നമ്മൾ എന്ത് കാണണം? എ പ്ലസ് ബി കാണണം. അതാണ് വ്യത്യാസം. സം ഓഫ് ദി വെക്ടർ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി കൂട്ടണം. എ പ്ലസ് ബി കാണും. എ പ്ലസ് ബി കൂട്ടാൻ വേണ്ടി 2 കൂട്ടിയ 4 ആയി, 2 ജെയും കൂട്ടിയ 3 ജെ, -5 കെയും 3 കെയും കൂടി കൂട്ടിയാൽ -2 കെ. ഇതാണ് എ പ്ലസ് ബി. എ പ്ലസ് ബി ആദ്യം കാണണം. 4i + 3j - 2k. ഇനിയാണ് നമ്മുടെ ഫോർമുല. ഇനി എന്താണ് ഫോർമുല? യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി ഈസ്, ഫോർമുല ഇതാണ്. ആ വെക്ടർ അപ്പോൾ എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബിയുടെ മോഡുലസ്. എന്താണ് ഫോർമുല? യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ എന്നാണെങ്കിൽ വെക്ടർ എ ഡിവൈഡ് ബൈ വെക്ടറിൻ്റെ മോഡുലസ്. എന്താണോ ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി എന്നാണ് ഇവിടെ. സം ഓഫ് ദി വെക്ടറാണ്. എൻ്റെയും ബിൻ്റെയും സമ്മിന് എ പ്ലസ് ബി എന്നാണ് പറയുന്നത്. ഇപ്പോൾ എ പ്ലസ് ബിൻ്റെ ദിശയിലുള്ള യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ പ്ലസ് ബി. അത്രയേ ഉള്ളൂ. എ പ്ലസ് ബി നമ്മൾ കണ്ടുവെച്ചിട്ടുണ്ട്. എ പ്ലസ് ബി എത്ര? 4i + 3j - 2k ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബിൻ്റെ മോഡുലസ്. 4 16, 3 9, 2 4 29, √29 ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ വരിക. 4i + 3j - 2k ഡിവൈഡ് ബൈ √29. 4i + 3j - 2k ബൈ √29. ഒന്നുമില്ല, ഇത് സിമ്പിളാണ്. ഇവിടെ 2 വെക്ടർ വന്നിട്ടുണ്ട്, എയും ബിയും. എന്നിട്ട് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി സം ഓഫ് ദി വെക്ടേഴ്സ് എന്നാണ്. ഇപ്പോൾ സം ഓഫ് ദി വെക്ടേഴ്സ് കണ്ടാൽ ആദ്യം സമ്മ് കാണാം. സമ്മ് എന്ന് പറഞ്ഞാൽ കൂട്ട് എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2 2 4i, 2 ജെ 3 ജെ, -5 + 3 കൂട്ടിയാൽ -2 -2k. അങ്ങനെ എ പ്ലസ് ബി ആണ്. പിന്നെ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ബൈ മോഡുലസ് ഓഫ് എ. യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി എന്നാണെങ്കിൽ എ പ്ലസ് ബി ബൈ മോഡുലസ് ഓഫ് എ പ്ലസ് ബി. ഇതാണ് എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബിൻ്റെ മോഡുലസ്. അപ്പോൾ 4i + 3j - 2k ഡിവൈഡ് ബൈ ഇതിൻ്റെ മോഡുലസ്. അത്രയേ ഉള്ളൂ. അത് √29 ഇപ്പോൾ എഴുതാനേ ഉള്ളൂ. വേറെ ക്വസ്റ്റ്യൻ, ഇതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പറയാം. ഫൈൻഡ് എ വെക്ടർ in the direction of the vector 5i - j + 2k which has magnitude 8 units. ഫൈൻഡ് എ വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ. ഈ വെക്ടറിൻ്റെ ദിശയിലുള്ള വെക്ടർ തന്നെയാണ്, യൂണിറ്റ് വെക്ടർ അല്ല. ഫൈൻഡ് എ വെക്ടറാണ്. അതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇതെന്ന് പറയുന്നത് ഇത് വൈൻ്റെ മോഡൽസാണ് നമ്മൾ ചെയ്തത്. ഇത് ഫൈൻഡ് എ വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ്, ഇതാണ് വെക്ടർ, വിച്ച് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ്. ഈ വെക്ടർ നമ്മൾ എ എന്ന് പേര് കൊടുക്കുക വേണമെങ്കിൽ കൊടുത്താൽ മതി. 5i - j + 2k. അപ്പോൾ ഈ വെക്ടറിൻ്റെ ദിശയിലുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റുമാണ്. ആദ്യം ചെയ്യേണ്ടതാണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ.
ഈ എ നമ്മൾ തന്ന വെക്ടറിൻ്റെ ദിശയിലെ യൂണിറ്റ് വെക്ടർ കാര്യങ്ങൾ. യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. ആ വെക്ടർ പറഞ്ഞാൽ 5i മൈനസ് ജെ പ്ലസ് 2k ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് 25, 1, 4. അപ്പോൾ അതിൻ്റെ അടിയിൽ റൂട്ട് ഓഫ് എത്ര വരിക? 30 ഉണ്ടാവും അല്ലേ? റൂട്ട് 30. 5i മൈനസ് ജെ പ്ലസ് 2k. 5i മൈനസ് ജെ പ്ലസ് 2k ബൈ റൂട്ട് 30. ഇത് ഇവിടെ വരെ നമുക്കറിയാലോ, ഒരു പണിയില്ല. കാരണം വെച്ചാൽ യൂണിറ്റ് വെക്ടർ ഇത് എ ആണെന്ന് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. ഇത് നമുക്കറിയാം, ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. ഇത് ഈ വെക്ടറിൻ്റെ ദിശയിലുള്ള യൂണിറ്റ് വെക്ടറാണ്. നമ്മൾ ചോദിക്കുന്നത് ഈ വെക്ടറിൻ്റെ ദിശയിലുള്ള ഒരു വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഇതിന് 8 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിപ്പോൾ യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 മാഗ്നിറ്റ്യൂഡ് 1 ആണ്. മാഗ്നിറ്റ്യൂഡ് 1നെ 8 കൊണ്ട് ഗുണിച്ചാൽ മാഗ്നിറ്റ്യൂഡ് 8 ആയി. നമ്മൾ ചോദിക്കുന്ന ചോദ്യതാണ് 8 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡിലെ വെക്ടർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ യൂണിറ്റ് അവസാനം കിട്ടിയ ആൻസറിനെ 8 കൊണ്ട് ഗുണിക്കുക, അത്രയേ ഉള്ളൂ. അവസാനം കിട്ടിയ ആൻസറിനെ 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 7 അല്ല മാഗ്നിറ്റ്യൂഡ് 8 ഈസ് 8 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്താക്കണോ? 8 കൊണ്ട് ഗുണിക്കുക. 8 ഇൻറ്റു 5i മൈനസ് ജെ പ്ലസ് 2k ബൈ റൂട്ട് 30. അറിയാലോ, ഇതാണ് ഇതിന് ആൻസർ. 8 ഇൻറ്റു 5i മൈനസ് ജെ പ്ലസ് 2k ബൈ റൂട്ട് 30. അപ്പോൾ ആദ്യം യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ ഡിവൈഡ് ബൈ എൻ്റെ മോഡുലസ്. യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് സം ഓഫ് ദി വെക്ടേഴ്സ് പറഞ്ഞ് എയും ബി തന്നാൽ ആദ്യം എയും ബിൻ്റെ സമ്മ് a പ്ലസ് ബി കണ്ടുപിടിക്കുക. എന്നിട്ട് a പ്ലസ് ബി ബൈ മോഡുലസ് ഓഫ് a പ്ലസ് ബി. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ അതിൻ്റെ വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞ വെക്ടർ തന്നാൽ വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ്. അങ്ങനെ പറഞ്ഞാൽ ആദ്യം ആ വെക്ടറിൻ്റെ ദിശയിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. അതാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ. ആദ്യം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അതിനെ മാഗ്നിറ്റ്യൂഡ് 8 ആണെങ്കിൽ 8 കൊണ്ട് ഗുണിക്കുക. മാഗ്നിറ്റ്യൂഡ് 7 ആണെങ്കിൽ 7 കൊണ്ട് ഗുണിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അത് ബുദ്ധിമുട്ടുള്ള അല്ല, പക്ഷേ പറയുന്ന സമയത്തൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എഴുതി പഠിക്കുക. എത്ര സിമ്പിളാണെങ്കിലും എഴുതി പഠിക്കുക. ഇനി ഫൈൻ find the direction cosines of the vector A is equal to I plus 2j plus 3k. Find the direction cosines of the vector. ഈ വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻ കാണും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ A1 B2 C3 എന്നാണ്. ഈ ഐയുടെ കോഎഫിഷ്യൻ്റാണ് എ, ജെൻ്റെ കോഎഫിഷ്യൻ്റാണ് ബി, കെൻ്റെ കോഎഫിഷ്യൻ്റാണ് സി. അതാണ്. അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻ്റ് 1, എ ഇസിക്കൽ 1, ബി ഇസിക്കൽ 2, സി ഇസിക്കൽ 3. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ്. DRS എന്നും പറയാം, അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ റേഷ്യോ എന്ന് മനസ്സിലായല്ലോ. കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി. 1, 2, 3 അതാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഇനി ഡയറക്ഷൻ കൊസൈൻസ് കാണും. ഡയറക്ഷൻ കൊസൈൻസ് LMN. L കാണാൻ ഫോർമുല പോസിറ്റ് പ്ലസ് ഓർ മൈനസ് പ്ലസ് എടുത്താൽ മതി. A by root of A square plus B square plus C square. അപ്പോൾ എ എത്രയാണ്? ഏതാണ് 1 by root of A square പറഞ്ഞാൽ 1 square plus 2 square plus 3 square. അപ്പോൾ 1 by root of 9, 10, 14. 1 plus 4 plus 9. 1 by root of 14. ഒന്നുമില്ല, സിമ്പിൾ. ഫോർമുല എഴുതി വില കൊടുക്കാനേ ഉള്ളൂ. L A by root of A square plus B square plus C square. A എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് 1 by root 14. അതേപോലെ ഇനി ബിയും സിയും കാണാനുള്ള പണിയൊന്നുമില്ലല്ലോ. ബി അല്ല L M N. M എന്ന് പറഞ്ഞാൽ
ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ 2 ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എല്ലാത്തിനും അടിയിലെല്ലാം സെയിം ആയോ. അപ്പോൾ 2/√14. 2/√14. n എന്ന് പറഞ്ഞാൽ സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. സി എന്ന് പറഞ്ഞാൽ അവിടെ 3 ആണ്. അപ്പോൾ 3/√14. ഇതിങ്ങനെ ഡയറക്ഷൻ റേഷ്യോ ഉപയോഗിച്ച് ഡയറക്ഷൻ കൊസൈൻ കാണുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമില്ലാണ്. 3D ആവശ്യമില്ലാണ്, ഇവിടെയും ആവശ്യമില്ലാണ്. ഇപ്പോൾ ഈ കോയിഫിഷ്യൻസിനാണ് ABC എന്ന് പറയുന്നത്. ഡയറക്ഷൻ റേഷ്യോ 1. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് 1 1 ആണ്. 1 2 3 അതാണ് DRS. A1 B2 C3. ഇനി എയും ബിയും സിയും ഉപയോഗിച്ചിട്ട് LMN കണ്ടുപിടിക്കാനുള്ള ഫോം. LMN എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് 3 ഉണ്ട്. L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്. ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻ കണ്ടാൽ മതി. അപ്പോൾ L എന്ന് പറഞ്ഞാൽ A ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/√ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പോൾ അത് 9 4 1 14 √14. അടിയിൽ 1/√14. അപ്പോൾ 1/A 1 ആയതുകൊണ്ട് 1/√14. M എന്ന് പറഞ്ഞാൽ B ബൈ റൂട്ട് ഓഫ് ആയതുകൊണ്ട് B2 ആയതുകൊണ്ട് 2/√14. N എന്ന് പറഞ്ഞാൽ ഫോർമുല C ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. C 3 ആയതുകൊണ്ട് 3/√14. ഇങ്ങനെയാണ് എന്തുകൊണ്ട് ഡയറക്ഷൻ റേഷ്യോയിൽ നിന്ന് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാണ്. ക്ലാസ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടിയൊക്കെ കാണാം. ആദ്യം പ്രാവശ്യം കണ്ടതിന് ശേഷം ഡൗട്ട് വരികയാണെങ്കിൽ ക്ലാസ് ഒന്നുകൂടി കാണാം. 2 പ്രാവശ്യം ക്ലാസ് കാണാം. പ്രോബ്ലങ്ങൾ കൂടുതൽ പ്രാവശ്യം എഴുതി പഠിക്കുകയും ചെയ്താൽ അത് ക്ലിയർ ആവും. പിന്നെ അത് മറന്നു പോകില്ല. ശരിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ് വെക്ടർ ജോയിനിങ് 2 points. വെക്ടർ ജോയിനിങ് 2 points. 2 പോയിന്റുകൾ യോജിപ്പിച്ച് കിട്ടുന്ന വെക്ടർ. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. അവിടെ എഴുതാം. ഇത് O ആണ്, ഇത് A ആണ്, ഇത് B ആണ്. ഇത് നമ്മൾ x1 y1 z1 എന്നെടുക്കുക. ഇത് x2 y2 z 2 പോയിൻ്റാണ്. ഇതിൻ്റെ ഒറിജിനാണ്. അപ്പോൾ ഇതിൻ്റെ O ആണ് ഇതിൻ്റെ PV, OB ആണ് ഇതിൻ്റെ ബീൻ്റെ PV. നമുക്കറിയാം AB എന്ന് പറഞ്ഞാൽ OB മൈനസ് OA എന്നാണ്. AB എന്ന് പറഞ്ഞാൽ ഏമനാഥ ഏരിയാണ് OB മൈനസ് OA എന്നാണ്. OB എന്ന് പറഞ്ഞാൽ ഇതാണ് x2y. നമുക്കറിയാം ഇത് ഇപ്പോൾ XYZ ആണെങ്കിൽ ഈ പോയിൻ്റ് ഇപ്പോൾ XYZ എന്നാണെങ്കിൽ XYZ ആണ് നമുക്ക് എഴുതുക XI പ്ലസ് YJ പ്ലസ് ZK. നമ്മളിന്ന് എഴുതി വെച്ചിട്ടുണ്ട് XI പ്ലസ് YJ പ്ലസ് ZK എന്ന ചിത്രമൊക്കെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ x2 y2 z2 എന്നാണെങ്കിൽ x2i പ്ലസ് y2j പ്ലസ് z2k എന്നായി. x1 y1 z1 എന്നാണ് x1i പ്ലസ് y1j പ്ലസ് z1k എന്നാണ് വരിക. ആ വെക്ടർ അങ്ങനെയാണ്. ആ ക്വസ്റ്റ്യൻ ആ വെക്ടർ അങ്ങനെ. അപ്പോൾ OB എന്ന് പറഞ്ഞാൽ ഈ വെക്ടറാണ്. OB എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ x2i പ്ലസ് y2j പ്ലസ് z2k മൈനസ് OA എന്ന് പറഞ്ഞാൽ ഇതാണ് A എന്ന് പറഞ്ഞാൽ x1 y1 z1 ആണ്. x1i y1j പ്ലസ് z1k. അത് മൈനസ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ x2 മൈനസ് x1i എന്നുണ്ടാവും. x2 മൈനസ് കാരണം x2i എന്ന് x1i കുറയ്ക്കാനല്ല. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ x2i മൈനസ് x1i ഇങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ മാറ്റുമ്പോൾ x2i പുറത്തെടുത്താൽ i പുറത്തെടുക്കുകയാണ്. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ OB മൈനസ് OA. അപ്പോൾ ഈ വെക്ടർ ഇത് കുറയ്ക്കുമ്പോൾ ബ്രാക്കറ്റ് മാറ്റി ചെയ്യുകയാണെങ്കിൽ x2i മൈനസ് x1i i പുറത്തെടുത്താൽ x2 മൈനസ് x1 എന്നുണ്ടാവും. ഇതിങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യുക x2 മൈനസ് x1 y2 മൈനസ് y1 j z2 മൈനസ് z1 k. ഇതാണ് AB. AB എന്ന് പറഞ്ഞ വെക്ടറാണ്. ഈ AB എന്ന വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം.
എ ബി എന്ന വെക്ടർ. എ എന്താണ് ബി എന്താണെന്ന് നമുക്കറിയാം. ഒരു പോയിൻ്റ് എ ആണ്, ഒരു പോയിൻ്റ് ബി ആണ്. ഈ പോയിൻ്റ് x1 y1 z1. ഈ പോയിൻ്റ് x2 y2 z2. ഓ നമുക്ക് വേണ്ട, അതെടുക്കട്ടെ. ഇതാണ് എ, ഇതാണ് ബി. ഈ രണ്ട് വെക്ടർ യോജിപ്പിച്ച് കിട്ടുന്ന, ഈ രണ്ട് പോയിൻ്റ് യോജിപ്പിച്ചിട്ട് കിട്ടുന്ന വെക്ടറാണ് വെക്ടർ എ ബി. ഈ വെക്ടർ എ ബി നമുക്ക് ഇങ്ങനെ എഴുതാം x2. ഇപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. x2 മൈനസ് x1 i y2 മൈനസ് y1 j പ്ലസ് z2 മൈനസ് z1 k എന്നിങ്ങനെ എഴുതാം. കോർഡിനേറ്റ് ഇങ്ങനെ മൈനസ് ചെയ്താൽ മതി. x2 x1 കുറയ്ക്കുക i ഇടുക, y2 y1 കുറയ്ക്കുക j ഇടുക, z2 z1 കുറയ്ക്കുക k ഇടുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് കുറച്ചിട്ട് i ഇടുക, y കോർഡിനേറ്റ് കുറച്ച് j ഇടുക, പ്ലസ് z കോർഡിനേറ്റ് കുറച്ച് k ഇടുക. ഇനി ഇതിന് മോഡുലസ് എടുക്കുമ്പോൾ എന്താ വരിക? മോഡുലസ് നമുക്കറിയാലോ, മോഡുലസ് കാണാൻ നമുക്കറിയാലോ. ഇത് എ ബി ആണ്. മോഡുലസ് ഓഫ് എ ബി അല്ലെങ്കിൽ എ ബി എന്നും പറയാം. ലെങ്ത്ത്, ഈ ലെങ്ത്തിനാണ് മോഡുലസ് ഓഫ് എ ബി എന്ന് അറിയാം. റൂട്ട് ഓഫ് നമ്മുടെ ഫോർമുല ഉണ്ട്, കോംപ്ലക്സ് നമ്മൾ ചെയ്തതാണ്. മോഡുലസ് കാണുന്നതാണ് കോംപ്ലക്സ് പറഞ്ഞാൽ മോഡുലസ് കാണുന്ന മാതിരി റൂട്ട് ഓഫ് x² + y² + z². അപ്പോൾ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ y2 മൈനസ് y1 ഹോൾ സ്ക്വയർ z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ടാക്കുന്നത്. ഡിസ്റ്റൻസ് ഇപ്പോൾ ഇത് ഒരു പോയിൻ്റാണ് x1 y1 z1, ഇത് വേറെ പോയിൻ്റാണ് x2 y2 z2. എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഈ അകലം കണ്ടുപിടിക്കുന്ന ഫോർമുലക്കാണോ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ഫോർമുല വെക്ടർ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ ഉണ്ടാവും. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഈ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പോയിൻ്റ് x1 y1 z1 ആണ്, വേറെ പോയിൻ്റ് x2 y2 z2 ആണെങ്കിൽ ഈ രണ്ട് പോയിൻ്റുകൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന എ ബി എന്ന വെക്ടർ നമുക്ക് എങ്ങനെ ചെയ്താൽ x2 മൈനസ് x1 i y2 മൈനസ് y1 j z2 മൈനസ് z1 k ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മുടെ പോയിൻ്റ്. പിന്നെ അതിന് മോഡുലസ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് കിട്ടുക. മോഡുലസ് എടുക്കാൻ നമുക്കറിയാം. ഇത് നമുക്കറിയേണ്ടതിൽ ഒരു ചെറിയൊരു പ്രോബ്ലം. Find a vector joining the points P 2 3 0 Q -1 -2 -4 directed from P to Q. Directed from P to Q എന്ന് പറഞ്ഞാൽ പി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അർത്ഥം. ആൾസോ ഫൈൻഡ് പി ക്യുവിൻ്റെ മോഡുലസ്. അത് പി ക്യു കണ്ടുപിടിക്കാമെന്ന് അതിൻ്റെ മീനിങ്. ഡയറക്റ്റഡ് ഫ്രം പി ടു ക്യു എന്നാൽ പി ക്യു എന്ന വെക്ടർ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മോഡുലസും കണ്ടുപിടിക്കണം. പി ക്യു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ട് x2 മൈനസ് x1 i. അപ്പോൾ -1 കുറയ്ക്കണം 2 i. എക്സ് കോർഡിനേറ്റിന് ഈ എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുക i ഇടുക. ഇനി തിരിച്ച് അങ്ങോട്ട് കുറച്ചാലും പ്രശ്നമൊന്നുമില്ല. 2 മൈനസ് -1 ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കാരണം പിന്നെ അത് മോഡുലസ് കാണുമ്പോൾ സെയിം ആയിരിക്കും. പക്ഷേ പി ക്യു കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പി ക്യുവിൻ്റെ മോഡുലസ് ആണ് കാണുന്നതെങ്കിൽ തിരിച്ചെടുത്താലും പ്രശ്നം വരുന്നില്ല. ഡിസ്റ്റൻസ് ആണ് കാണുന്നതെങ്കിലും തിരിച്ചെടുത്താലും പ്രശ്നം വരുന്നില്ല. പക്ഷേ പി ക്യു ആണ് കാണാൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. -1 -2 i പ്ലസ് -2 3 കുറയ്ക്കുക j -4 0 കുറയ്ക്കുക k. എക്സ് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് കുറയ്ക്കുക x2 മൈനസ് x1. അപ്പം -1 -2 അത്രയും i ഇടുക. -2 -3 j ഇടുക. -4 -0 k ഇടുക. അപ്പോൾ -3i ഇത് -5j എന്നാക്കി വരിക. -3 -2 ഇത് -4 -4 k. ഇതാണ് നമ്മളെ വെക്ടർ.
-3i -5j -4k. ഇതാണ് വെക്ടർ. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. -3i -5j -4k. പിന്നെ അതിൻ്റെ കൂടെ ആൾസോ ഫൈൻഡ് മോഡുലസ് ഓഫ് പി ക്യൂ. അതായത് അതിൻ്റെ മോഡുലസും കൂടി കാണാം. മോഡുലസ് -3ൻ്റെ സ്ക്വയർ കാണാം, പിന്നെ -5ൻ്റെ സ്ക്വയർ കാണാം, -4 ഇങ്ങനെ എഴുതണമെന്നില്ല. നേരിട്ട് തന്നെ 9 25 16 എത്ര ഉണ്ടാകും? 50 √15 ഉണ്ടാവും. √50. ഇപ്പോൾ നമ്മൾ ഇതിൽ അവസാനം പറഞ്ഞ ഈ പോയിൻ്റ് വെക്ടർ ജോയിനിങ് 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വെക്ടർ അവസാനം വരെ ഇതൊക്കെ ആവശ്യം വരും. ഏത് പ്രോബ്ലത്തിന് പോയിൻ്റ് തരികയാണെങ്കിൽ വെക്ടർ ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ പോയിൻ്റായി തരും, 2 പോയിൻ്റാണ് തരിക, എ ബി തരും. അന്നേരം എ ബി ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ പി ക്യൂ തന്നിട്ട് പി ക്യൂ വെക്ടർ ഉണ്ടാക്കേണ്ടി വരും. അപ്പം അങ്ങനെ വെക്ടർ ഉണ്ടാക്കുമ്പോൾ x2 - x1 × i ഇടുക, y കോർഡിനേറ്റ് കുറച്ച് j ഇടുക, z കോർഡിനേറ്റ് കുറച്ചൊരു k ഇടുക. അങ്ങനെ വെക്ടർ ഉണ്ടാക്കുക. വെക്ടർ ഉണ്ടാക്കിയതിന് ശേഷം ചില മോഡൽസ് കാണാൻ പറയും. ചിലപ്പോൾ ഡയറക്ഷൻ, ഇങ്ങനെ വെക്ടർ ഉണ്ടാക്കിയതിന് ശേഷം ഡയറക്ഷൻ റേഷ്യോ ഉണ്ടാക്കാൻ പറയും. ഡയറക്ഷൻ റേഷ്യോൻ്റെ കോഎഫിഷ്യൻ്റാണ് -3 -5 -4. ഡയറക്ഷൻ റേഷ്യോ ഉണ്ടാക്കാൻ പറയും. ചിലപ്പോൾ ഇങ്ങനെ വെക്ടർ ഉണ്ടാക്കി ഡയറക്ഷൻ കൊസൈൻ ഉണ്ടാക്കാൻ പറയും. ഡയറക്ഷൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻ ഉണ്ടാക്കാൻ നേരത്തെ ഫോർമുല എടുത്തിട്ടുണ്ട്. പിന്നെ a/√(a²+b² + c²) L കാണാൻ, അതുപോലെ m കാണാൻ, n കാണാൻ ഫോർമുല കയ്യിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ വെക്ടർ ഉണ്ടാക്കുന്നത് അത്യാവശ്യമാണ്. പിന്നെ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ ഇമ്പോർട്ടൻ്റ് ആണോ. അപ്പോൾ പിന്നെ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് സം ഓഫ് ദി വെക്ടർ, അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് a+b തന്നെ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണ് a+b കാണാൻ, എന്നിട്ട് a+b/മോഡുലസ് (p). പിന്നെ ചിലപ്പോൾ യൂണിറ്റ് വെക്ടർ ആയിരിക്കില്ല. ഫൈൻഡ് എ വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വിച്ച് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ അത് യൂണിറ്റ് വെക്ടർ ഉണ്ടാക്കിയതിന് ശേഷം അവസാനം 8 കൊണ്ട് ഗുണിക്കുക. പിന്നെ വെക്ടർ കൂട്ടുക, കുറയ്ക്കുക, ഇതേമാതിരി വെക്ടർ ഉണ്ടാക്കുക, എന്നിട്ട് മോഡുലസ് ഉണ്ടാക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനെ കുറിച്ചൊന്നും പ്രോബ്ലം ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ പരമാവധി ചെറിയ ചെറിയ പ്രോബ്ലങ്ങളായിട്ട് അവസാനം വരെ ആദ്യം തുടക്കം തന്നെ ശ്രദ്ധിച്ച്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് മുതലാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ ഇനി ക്ലാസ് വേണമെങ്കിൽ ഒന്നുകൂടി കാണാം, റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി കണ്ടതിന് ശേഷം പിന്നെ പരമാവധി മാക്സിമം പ്രാവശ്യം പ്രോബ്ലം ചെയ്യുക. ചെറിയ ചെറിയ പ്രോബ്ലം ആണെങ്കിൽ കൂടി അതിങ്ങനെ വീണ്ടും ഇങ്ങനെ എഴുതി പഠിച്ച് തറവായി കഴിഞ്ഞാൽ പിന്നെ അത് ഈ വെക്ടർ ഭാഗത്തേക്ക് പറ്റി ചിന്തിക്കേണ്ടില്ല. അതൊന്നും മറന്നു വരാം. മെട്രിക്സ് ആണെങ്കിലും ഡിറ്റർമിനൻ്റ് ആണെങ്കിലും വെക്ടർ ആണെങ്കിലും ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രോബ്ലം ആണ്, പക്ഷേ നല്ല എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു വരിക. അതുപോലെ തന്നെ പിന്നെ ഡിഫറൻസിയേഷൻ്റെ പ്രത്യേകത അങ്ങനെ തന്നെയാണ്, മറന്നു വരിക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിഫറൻസിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിൽ ഈ ഡിഫറൻസിയേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻറ്റഗ്രേഷൻ, അതിൻ്റെ കണ്ടിന്യൂഷൻ, അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻറ്റഗ്രേഷൻ. അത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇച്ചിരി പ്രയാസമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അത് നമ്മൾ പ്രത്യേക രീതിയിലൂടെ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേക രീതിയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എളുപ്പമായി തോന്നും. പിന്നെ എഴുതി പഠിച്ചാൽ മറന്നു പോയി, ഇതൊന്നും മറന്നു പോകുന്നില്ല. അതേസമയം 3D എന്ന് പറഞ്ഞ സെക്ഷൻ വരാനുണ്ട്. അത് എളുപ്പമാണ്, സംഗതി എളുപ്പം. അത് ചിലപ്പം മറന്നാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ്. പക്ഷേ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടുന്ന രീതിയിൽ എഴുതി പഠിക്കേണ്ടി വരും 3D. ഇനി വെക്ടർ കഴിഞ്ഞാൽ 3D എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. 4 സെക്ഷനാണ് ഞാൻ ആദ്യം പറഞ്ഞ എളുപ്പമുള്ള 4 സെക്ഷൻ. മാട്രിസസ്, പിന്നെ അത് നമുക്ക് എന്താ മനസ്സിലായി. പിന്നെ ഡിറ്റർമിനൻ്റ് അത് മനസ്സിലായി. പിന്നെ നമ്മൾ എടുത്തുകൊടുക്കുന്നതാണ് ഇത് വെക്ടർ. ഈ വെക്ടറിൽ ഈ നമ്പറുകൾ തമ്മിലുള്ള ഈ കൂട്ടലും ഗുണിക്കലും കുറയ്ക്കലും മോഡുലസ് അങ്ങനത്തെ കുറേ സാധനം തന്നെ ഈ വെക്ടറിന് അവസാനം വരെ വരിക. ഇനി കുറച്ചും കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിറ്റർമിനൻ്റ് കൂടി വരും. കാരണം A×B വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ പ്രോബ്ലം ചെയ്യുക. അതുകൊണ്ട് നന്നായി പഠിക്കുക, തുടക്കം മുതൽ നന്നായി പഠിക്കുക. ഓക്കെ.